ആദ്യം അത് സോഷ്യൽ മീഡിയയിൽ പേര് പറയാതെയും മാങ്ങക്കൂട്ടം എന്നൊക്കെ പരോക്ഷമായും പറഞ്ഞൊരു മുഖമില്ല പ്രചാരവേലയും തോന്നിയെങ്കിലും ആഴ്ചയൊന്നിപ്പുറം ആ നടി റിനി ആൻ ജോർജ് തുടക്കമിട്ടത് അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയം കാണാത്തൊരു പരമദയനീയമായ നാണംകെട്ട പതനത്തിനാണ്. പരിചയപ്പെട്ടതിന് തുടർച്ചയിൽ തന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണം എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ എത്രയാണ് അടക്കിപ്പിടിച്ച വേദനകൾ, വീർപ്പുമുട്ടലുകൾ, തകർച്ചകൾ, ട്രോമകൾ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ്. ഒരു ടിഷ്യൂ ബോക്സിൽ നിന്നും ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും മട്ടിലാണ് കേരളത്തിലെ ഒരു MLA-ക്കെതിരെ ഉയർന്നു വരുന്ന തെളിവുകൾ, സ്ക്രീൻഷോട്ടുകൾ അങ്ങേയറ്റം ഗുരുതരമാണ്. ഉണ്ടാകുന്ന പ്രണയം, മൾട്ടിപ്പിൾ പ്രണയങ്ങൾ, ഇൻഫാക്ച്വേഷൻ, ഈ പരസ്പര ഇഷ്ടപ്പെടലിൽ കിടപ്പറ പങ്കിടലൊക്കെ അവനവന്റെ പ്രൈവസി എന്നൊക്കെ ന്യായങ്ങൾ കണ്ടെത്താമെങ്കിലും പ്രായത്തിന്റെ കോഴിത്തരം എന്നൊക്കെ ലഘൂകരിക്കാമെങ്കിലും ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ലക്ഷണമൊത്തൊരു പ്രഡേറ്ററിന്റെ വേട്ടപ്പണിക്കാണ് രാക്കാല സാക്ഷ്യം. ആ വാക്കുമൂർച്ചയിലെ ചാനൽ ചർച്ചകൾ, അധ്യക്ഷ പദവിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ പാലക്കാടൻ അശ്വമേധം, രാഷ്ട്രീയ വളർച്ചയിൽ കാലുവാരി താഴെയടിക്കാൻ ഏതെങ്കിലും കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മൂർച്ചയുള്ള ആയുധ സപ്ലൈ മറ്റാരുമല്ല രാഹുലെ, അത് സ്വയം കൃതാനർത്ഥമാണ്. അബോഷന് പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദശകലം കേരളം കേട്ടതാണ്. അതൊരു പരസ്പര സമ്മത ബന്ധമാണെങ്കിലും വീട്ടുകാരോട് എന്തു പറയും എന്ന ആധിയിൽ വയറ്റിൽ വിത്തുപൊട്ടിയ ഒരു ജീവനോട് സ്ത്രീ സഹജമായ ആത്മബന്ധത്തിൽ അങ്ങേയറ്റം ദുർബലമായ, വൾണറബിളായ, ചേർത്ത് പിടിക്കേണ്ട ഒരു പെൺകുട്ടിയോട് തന്തയില്ലാത്ത അച്ഛൻ ഒക്കെയുള്ള പരുഷവാക്കുകൾ, ഞാൻ ഒഴിഞ്ഞു നീയങ്ങ് പരിഹരിക്കുന്നൊക്കെ ദയാരാഹിത്യം പറഞ്ഞ് സത്യമാണെങ്കിൽ ആ പെൺകുട്ടിക്കുണ്ടാക്കിയ ട്രോമ എത്ര വലുതാകണം. ആ നെറികെട്ട വാക്കുകൾ മനസാക്ഷി വിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്, എൻറൂട്ടഡ് ക്രിമിനാലിറ്റി. ഈ പറഞ്ഞതിനൊക്കെ തെളിവുണ്ടോ, ആരും കേസ് കൊടുത്തില്ലല്ലോ എന്നൊക്കെയുള്ള കേമൻ ഡയലോഗുകൾ മര്യാദകേടാണ്. ക്ലീശയ വർത്താനം വേട്ടപ്പണിക്ക് ന്യായമാക്കുന്ന ആ സാങ്കേതികതയിൽ തൂങ്ങാതെ ആഞ്ഞുവരുന്ന ആരോപണങ്ങളുടെ ഗ്രാവിറ്റിയിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ആ സാമാജിക സ്ഥാനം രാജിവെക്കണം എന്നാർജവത്തോടെ പറഞ്ഞു കേട്ടോ CPM-ഉം BJP-യും പറയില്ല. കാരണം ഈ ടെക്നിക്കാലിറ്റിയിൽ പിടിച്ച് രാജിയില്ലായ്മയുടെ അസ്ഥികൂടങ്ങളാണ് AK ശശീന്ദ്രൻ, M മുകേഷ്, പ്രജ്വൽ രേവണ്ണ, കായിക താരങ്ങൾ കൂട്ടത്തോടെ പരാതിപ്പെട്ട ആ നാടുവാഴി സാമാജികൻ ഉണ്ടാക്കിയെടുത്ത കീഴ്വഴക്കങ്ങളാണ് വെള്ളത്തിന് മുകളിൽ ഒതുളങ്ങിയ മട്ടില്ല നിലപാടില്ലായ്മ. ആ നേതാക്കൾ സാമാജിക സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഓഫീസുകളുടെ കാര്യസ്ഥന്മാരാകുമ്പോൾ രാജി ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് എന്താണ് പൊളിറ്റിക്കൽ മൊറാലിറ്റി, ധാർമ്മികത? ശരിയാണ്. പക്ഷേ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ പുതിയ കാലത്ത് ആ വാട്ടർ ബോട്ടിലിൽ പിടിച്ച് ആശ്വാസം കണ്ടെത്തലാണെങ്കിൽ കോൺഗ്രസ് അടിവേര് മന്തലാകുമത് ഇരമ്പി വരുന്നുണ്ട്. ഇനിയും കൊടുങ്കാറ്റ് കണക്കെ ട്രോമയിൽപ്പെട്ട പെണ്ണുങ്ങളുടെ സങ്കടപ്പട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വഴി മെസ്സേജ് അയക്കായിരുന്നു, നമ്പർ വാങ്ങിച്ചു. പുള്ളി എനിക്ക് ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് അത് ചെയ്യേണ്ടത്. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? പാർട്ടി നടപടി എടുത്തല്ലോ, ദാറ്റ്സ് ഓൾ. മറ്റു പാർട്ടികളെക്കാളെല്ലാം വേഗത്തിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ. അത്ര രാജു പി നായർ, ജേക്സി തോമസ്, പ്രശാന്ത് ശിവൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം ഒഴിയണം എന്ന് കരുത്തോട് ആവശ്യപ്പെടുന്നുണ്ടോ BJP? തീർച്ചയായും. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിൽ അല്പമെങ്കിലും നീതി പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം പാലക്കാട് MLA സ്ഥാനം ഒഴിയേണ്ടതാണ്. ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു എന്ന് പറയുന്ന ആളുകൾ, ഇത് കോൺഗ്രസിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നമല്ല. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ ആരോപണങ്ങൾ തുടർച്ചയായി, ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ടിഷ്യൂ ബോക്സിൽ നിന്ന് ടിഷ്യൂ വരുന്നത് പോലെ ഇത്രയേറെ തുടർച്ചയായി ഒന്നിനു പുറകെ ഒന്നായി ഇത്രത്തോളം ആരോപണങ്ങൾ ഇതുവരെ കേരളത്തിൽ ഒരാൾക്ക് നേരെയും വന്നിട്ടില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു നിമിഷം പോലും MLA ആയി തുടരുന്നതിനുള്ള അർഹതയോ യോഗ്യതയോ ഇല്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നു 24-ൽ ഇന്ന് കാലത്ത് വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പിൽ വളരെ കൃത്യമായിട്ട് ആ മെസ്സേജുകളിൽ പറയുന്നുണ്ട്. നിർബന്ധിക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള ആളുകൾ, കേരളത്തിനകത്തുള്ള ആളുകൾ. ഈ കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഓഡിയോ ക്ലിപ്പ്, ഇനി ആ ഓഡിയോ സന്ദേശം തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകുവാനായിട്ട് തയ്യാറായിട്ടില്ല. ഇന്നലെ VD സതീശൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരത്തിലൊരു പരാതി എനിക്ക് ലഭിച്ചു, അതീവ ഗൗരവത്തോടുകൂടി അത് കണ്ടു, ഒരു പിതൃവാത്സല്യത്തോടു കൂടി അത് പരിഹരിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. ഇതിൽ എന്താണ് പിതൃവാത്സല്യം? ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ
ഹോട്ടലിലെ കിടപ്പറയിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി ലഭിക്കുന്ന സമയത്ത് അത് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി, പാലക്കാട് MLA സ്ഥാനം, ഇങ്ങനെ നിരവധി പദവികൾ വെച്ച് നീട്ടുകയാണ് ചെയ്തത്. ഇതൊക്കെ പോട്ടെ, ഇന്ന് കാലത്ത് പാലക്കാട് MP നടത്തിയൊരു പ്രസ്താവനയുണ്ട്. പാലക്കാട് MP-യുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ പരാതി പറയുന്ന ആളുകൾ അർദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പരാതിക്കാരുടെ വസ്ത്രം നോക്കിക്കൊണ്ടാണോ അവർ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് വിലയിരുത്തുന്നത്? ഇത്തരത്തിൽ പരാതിയുമായി വരുന്ന പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയപ്പെട്ടുകൊണ്ട് മിണ്ടാതിരിക്കുമെന്നാണ് പാലക്കാട് MP കരുതുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു MP-യുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതുപോലെ എന്തെങ്കിലും MP-യുടെ ഭാഗത്ത് MLA-യുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവാനേ പാടില്ല. ഒരു മറ്റൊരു MP-യുടെ പേരുണ്ട്, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ്. കുറെ കായിക താരങ്ങൾ കൊച്ചുകുട്ടികളടക്കം ഉപദ്രവിച്ചു എന്ന് കൂട്ടത്തോടെ, സമാനമായ രീതിയിൽ കൂട്ടത്തോടെ ഈ പറഞ്ഞ കയ്യാങ്കളി നടത്തി എന്ന പരാതിയോട് ഒരു കാലമുണ്ടല്ലോ. ബി ജെ പി എന്ന് രാജി ആവശ്യപ്പെട്ടോ? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവിന്റെ രാജി വെക്കണം എന്ന് BJP പറഞ്ഞു. ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായി വന്നിട്ടുള്ളതാണ്. അത് വന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തള്ളിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ പറഞ്ഞു വന്ന സമയത്ത് ആ ഓഡിയോ സന്ദേശം എന്റേതല്ല, ഈ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലല്ലോ, ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടല്ലോ. ഞാൻ ചെയ്തിട്ടില്ല, പാർട്ടിക്ക് ഒരു നിലപാടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പൊ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ് എന്തു പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യം. BJP എന്ന പാർട്ടിക്ക് ഒരു ധാർമ്മികത ഉണ്ടല്ലോ. BJP എന്ന പാർട്ടി എന്ത് നിലപാടാണ് അപ്പൊ സ്വീകരിച്ചത്? അല്ല, ഇവിടെ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത് എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട്. ദുർബലമായ ന്യായമല്ലേ പ്രശാന്ത്? അല്ല, ബ്രിജ്ഭൂഷന്റെ ദുർബലമായ ന്യായമല്ലേ? വളരെ കൃത്യമായി തന്നെ ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. MP സ്ഥാനം രാജിവെക്കണമെന്ന് BJP നിലപാട് സ്വീകരിച്ചോ? ഇല്ല. രാഷ്ട്രീയപരമായ MP സ്ഥാനം അദ്ദേഹം രാജിവെച്ചോ? ഇല്ല. രാഷ്ട്രീയപരമായ ആരോപണങ്ങളായിരുന്നു. ഇത്തരത്തില് ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായി ആരോപണം ഉയർന്നു വന്നതായിരുന്നു അന്ന്. അതായത് നിങ്ങളുടെ MP-മാർക്കെതിരെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ ആരോപണം, അപ്പൊ അതിനകത്ത് ഈ പറയുന്ന നൈതികതയില്ല, രാഷ്ട്രീയ നൈതികതയൊന്നുമില്ല, അങ്ങനെയാണോ? ഞാൻ നിന്നെ റേപ്പ് ചെയ്യണം, ബോധപൂർവം ഞാൻ അറിഞ്ഞുകൊണ്ട് ഗർഭചിത്രം ചെയ്യണം, അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു BJP പ്രവർത്തകരും വന്നിട്ടില്ല. ഇത് ഒരു ലൈംഗിക വൈകൃതം പിടിച്ച ഒരു വ്യക്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമത്തിന്റെ പേക്കൂത്താണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള പരാതി ലഭിച്ച സമയത്ത്, സ്വന്തം പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പരാതി ലഭിച്ച സമയത്ത് അദ്ദേഹത്തിന് തിരുത്തി നടപടിയെടുക്കേണ്ട പാർട്ടി നേതൃത്വം പോലും മൗനമായി. കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ ഒരു വാക്ക് BJP എതിരെ പറഞ്ഞോ? പ്രശാന്ത് ശിവൻ, പ്രജ്വൽ രേവണ്ണ അവിടുത്തെ കർണാടകയിലെ BJP ഒരു വാക്ക് അല്ലല്ല, അത് കോടതിയല്ലേ ശിക്ഷിച്ചത്? പ്രജ്വൽ രേവണ്ണ പ്രശ്നക്കാരനാണ് എന്ന് പ്രാദേശിക BJP നേതൃത്വം നിങ്ങൾക്ക് കത്ത് നൽകി. കത്ത് വേണേ അയച്ചുതരാം. പ്രജ്വൽ രേവണ്ണയെ ശിക്ഷിക്കേണ്ടത് BJP ആണല്ലോ, പ്രശാന്ത് ശിവൻ അല്ല. ഒരു രാഷ്ട്രീയ കോടതിയാണല്ലോ ശിക്ഷിച്ചത്, നിങ്ങളല്ല. BJP ഒരു ശിക്ഷയും കൊടുത്തില്ല. അല്ല, BJP ശിക്ഷിക്കാൻ ആരാ? അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ മുഴുവൻ ശിക്ഷിക്കാൻ BJP ആണോ ശിക്ഷിക്കേണ്ടത്? അല്ലല്ല, ഞാൻ പറയുന്നത് നമ്മൾ ധാർമ്മികത പറയുമ്പോൾ, നമ്മൾ ധാർമ്മികത പറഞ്ഞ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 പേരുകൾ നമുക്ക് നേരെയാണെന്ന് ബോധ്യമുണ്ടാവണം. പ്രജ്വൽ രേവണ്ണ പ്രശ്നക്കാരനാണെന്നും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഇത്തരത്തിലുള്ള വേട്ടയുടെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ടെന്നും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് കത്ത് കിട്ടി BJPക്ക്. പ്രജ്വൽ രേവണ്ണ BJP ഒന്നും ചെയ്തിട്ടില്ല, സീറ്റ് കൊടുത്തു. വോട്ടർമാർ തോപ്പിച്ചതാ പ്രജ്വൽ രേവണ്ണെ, അല്ലേ? സീറ്റ് കൊടുത്തിട്ടില്ല, BJP സീറ്റ് നൽകിയിട്ടില്ല. BJP സീറ്റ് കൊടുക്കുന്ന സീറ്റ് കൊടുക്കുന്ന JDUവിനോട് പറഞ്ഞോ? സീറ്റ് കൊടുക്കരുത് നിങ്ങളുടെ സഖ്യകക്ഷിയായ JDUവിനോട് പറഞ്ഞോ? സീറ്റ് കൊടുക്കരുത് നിങ്ങളുടെ സഖ്യകക്ഷിയായ JDUവിനോട് പറഞ്ഞോ? പ്രശാന്ത്, എവിടെയാണ് സീറ്റ് നൽകിയത്? പ്രജ്വൽ രേവണ്ണയ്ക്ക് എവിടെയാണ് സീറ്റ് കൊടുക്കരുത് നിങ്ങളുടെ സഖ്യകക്ഷിയായ JDUവിനോട് പറഞ്ഞോ? BJP എവിടെയാണ്? അതാത് പാർട്ടിയുടെ ആളുകളാണ് അവരുടെ പാർട്ടിയിൽ ആർക്കൊക്കെ സീറ്റ് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത്. BJP ആണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ സീറ്റ് നൽകണമെന്ന്. BJP തീരുമാനിക്കുന്നത് BJPക്ക് അകത്തുള്ള ആളുകളുടെ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ വേട്ടക്കാരന് സീറ്റ് കൊടുക്കരുത് JDUവിനോട് ആവശ്യപ്പെട്ടോ പ്രശാന്ത്? BJP എവിടെയാണ്? അതാത് പാർട്ടിയുടെ ആളുകളാണ് അവർക്ക് സീറ്റ് നൽകുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. ഈ വേട്ടക്കാരന് സീറ്റ് കൊടുക്കരുത് എന്ന് JDUവിനോട് BJP ആവശ്യപ്പെട്ടോ പ്രശാന്ത്? ഇല്ല, ആവശ്യപ്പെട്ടില്ല. വോട്ടർമാർ തോപ്പിച്ചു, ഇവിടെ കോടതി ശിക്ഷിച്ചു. ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നടപടി നേരിട്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ഇത്തരത്തിലൊരു വിഷയം വരുന്ന സമയത്ത്, ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടും കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് നടപടിയാണ് എടുത്തത്? ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് നടപടിയാണ് എടുത്തത്? സതീശൻ എന്താണ് ചെയ്തത്?
പരാതി ലഭിച്ചു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ ധാർമ്മികത പറയുകയാണെങ്കിൽ ഈ പറയുന്ന കൈയൂണ്ടൽ സ്വന്തം നേർക്കും വരും എന്ന് എല്ലാ പാർട്ടികളും ആലോചിക്കണം. ആരും അക്കാര്യത്തിൽ മെച്ചമൊന്നുമല്ല പ്രശാന്ത്. ശരി, ഞാൻ അങ്ങയിലേക്ക് എത്താം. കത്തിന് എന്ത് നടപടിയാണ് എടുത്തത്? ശരി, ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, ഇവിടെ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു രാഹുലിനെ കൊണ്ട്, നല്ല കാര്യം. അത് കഴിഞ്ഞ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. MLA സ്ഥാനം രാജിവെക്കുമ്പോൾ നിങ്ങൾ മുകേഷിലേക്ക് നോക്കൂ, മുകേഷ് രാജിവെച്ചോ, AK ശശീന്ദ്രനിലേക്ക് നോക്കൂ, അദ്ദേഹം രാജിവെച്ചോ എന്ന വാട്ടബോട്ടറി പറയലാണോ നല്ലത്? അതോ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിലൂടെ നിങ്ങൾ പറയുന്ന ഞങ്ങൾ ഒരു പുത്തൻ മാതൃക കാട്ടി എന്ന് പറയുന്നതിലൂടെ MLA സ്ഥാനം രാജിവെപ്പിക്കലാണോ വേണ്ടത്, വാട്ടബോട്ടറി നോക്കാതെ? രാജു പി നായർ. ഹാഷ്മി, ഒരു രാഷ്ട്രീയ പാർട്ടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് ഇത്തരത്തിലുള്ളൊരു വിഷയം വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വാദത്തിന് വേണ്ടി അല്ലെങ്കിൽ സാങ്കേതികത്വത്തിന് വേണ്ടി പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത് റിനി ആൻഡ് ജോർജ് പറഞ്ഞ ആരോപണത്തിൻ്റെ പേരിലാണല്ലോ. റിനി ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള പേര് പോലും ഉപയോഗിച്ചിരുന്നില്ല. പകരം ഹൂ കെയർസ് എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഒരു പരാതി വെച്ചത്. ആ പരാതി തന്നെ അവർ പറയുന്നത് അവർക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി, പക്ഷേ ആ മോശം അനുഭവം എനിക്ക് ഡീൽ ചെയ്യാൻ കഴിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫയർ ചെയ്തും ഉപദേശിച്ചും ഞാനത് നിർത്താൻ ശ്രമിച്ചു, അത് നിർത്തി. പക്ഷെ ഞാൻ പറയുന്നത് മറ്റുള്ള കുറേയധികം കാര്യങ്ങൾ കൂടി കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കും കൂടി നീതി വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലൊരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു MLAക്ക് വേണ്ടി CPM എടുത്ത ഡിഫൻസ് ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ സിംഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോക്സോ കേസിൽ പ്രതിയായിട്ട് ഇപ്പോഴും BJPയുടെ പാർലമെന്ററി ബോർഡിനകത്തിരിക്കുന്ന യെദ്യൂരപ്പയോടോ പറഞ്ഞ ഡിഫൻസ് ഞങ്ങൾ എടുത്തില്ല. ഈ ആരോപണം ഉണ്ടായി 24 മണിക്കൂർ എത്തുന്നതിന് മുമ്പ്, 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അസന്ദിഗ്ധമായിട്ട് പറഞ്ഞു, ഒരു കാരണവശാൽ ഇതിനകത്ത് വിട്ടുവീഴ്ചയില്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും, അതിന് ഞാൻ മുൻകൈ എടുക്കും എന്നുള്ളതാണ് പറഞ്ഞത്, ഇല്ലേ? ആരോപണ വിധേയൻ്റെ പേര് പോലും പറയാതെ, ഒരു പരാതിയില്ലാതെ ഇത്തരത്തിൽ നടപടിയെടുത്തിട്ടുള്ള ഒരു സംഭവം ഹാഷ്മിയുടെ ഓർമ്മയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഈ പുറത്തു വരുന്ന ഇപ്പോൾ കാണുന്ന സന്ദേശങ്ങൾ, പുറത്തു വരുന്ന ഓഡിയോ ക്ലിപ്പ്, പുറത്തു വരുന്ന 100 സ്ക്രീൻഷോട്ടുകൾ, വരാനിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ, വരാനിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മലവെള്ളപ്പാച്ചിൽ പോലെ. മാധ്യമങ്ങളിൽ വന്നതും ആ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളത് വ്യക്തമാവുകയും ആ ചർച്ചകളിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ആ നിലപാടെടുത്തു. ഹാഷ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രഖ്യാപനം VD സതീശൻ നടത്തുന്നതിന്റെ തലേ ദിവസം രാത്രി നിങ്ങൾ ഒന്നും ചർച്ച ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയല്ല, ഇല്ലേ? സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നതാണല്ലോ. ഒരൊറ്റ ചാനലിൽ മാത്രമാണ് ആ ചർച്ച ഉണ്ടായത്. മറ്റൊരു ചാനലും ആ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. എന്ന് വെച്ചാൽ രാത്രിയിലെ ചർച്ച, പ്രൈം ടൈം ചർച്ച പോലും ആകുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി നൈതികമായ ഒരു നിലപാടെടുത്തു. ശരി, ആ നൈതികത MLA സ്ഥാനത്തിന് ബാധകമല്ലെന്ന ചോദ്യം. ശരി, ഞാൻ രാജു പി നായരിലേക്ക് എത്താമേ. രാജു പി നായരുടെ ഫോൺ ഒന്ന് കട്ടായിട്ടുണ്ട്. ഓക്കെ, രാജു പി നായർ, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ നൈതികത അത് MLA സ്ഥാനത്തിന് ബാധകമാകുന്ന നൈതികതയല്ലേ? അവിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ ഉയർന്നു വരുന്ന ഗുരുതരമായ പരാതികളുടെ പേരിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ ഇറക്കി വിടുന്നു നിങ്ങൾ, നല്ല കാര്യം. പക്ഷെ ആ നൈതികത MLA സ്ഥാനത്തിന് ബാധകമല്ലേ? അത് ചോദിക്കുമ്പോൾ നിങ്ങൾ മുകേഷെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ്, രാജു പി നായർ? ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി. അപ്പം ഞാൻ പറഞ്ഞത് എവിടെ വരെയാന്ന് എനിക്ക് അറിയില്ല. കേട്ടത് താങ്കൾ പറഞ്ഞത് മുഴുവൻ കേട്ടു. താങ്കൾ പറഞ്ഞ മുഴുവൻ കേട്ടു. എന്റെ ചോദ്യം അതല്ലായിരുന്നു. എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞ നൈതികത മാധ്യമങ്ങൾ ചർച്ചയാവുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് ഇറക്കി വിട്ട നൈതികത, ആ നൈതികത MLA സ്ഥാനത്ത് ഇറക്കി വിടാൻ ഒരു നൈതികത ആവുന്നില്ലേ? അതെങ്ങനെയാണ് ശരിയാവുക, രാജു പി നായർ? ഞാൻ അതിലേക്ക് എത്താം. അപ്പോൾ നോക്കൂ, ഞങ്ങൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവോ ഒരു ചർച്ചയിലോ ഒരു മൈക്കിന് മുൻപിലോ പോലും വന്നിട്ട് ആ ഉന്നയിക്കപ്പെടുന്ന സ്ത്രീക്കെതിരെ ആരോപണം ഉന്നയിക്കുകയോ അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മുകേഷ് ചെയ്തില്ലല്ലോ, മറ്റവർ ചെയ്തില്ലോ എന്നുള്ള വാട്ടബൗട്ടറി പോലും പറയാതെയാണ് ആ രാജി വെക്കണം എന്നുള്ള നിലപാടിലേക്ക് ഞങ്ങൾ എത്തിയത്.
അത് ഒരു പ്രസ്ഥാനത്തിനെടുക്കാൻ കഴിയുന്ന നിലപാടാണ്. വളരെ കൃത്യമായിട്ട് പ്രസ്ഥാനം സന്ദേശം കൊടുത്തിരിക്കുന്നു. ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിനെ ഞങ്ങൾ സംരക്ഷിക്കില്ല, ഞങ്ങൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. രാജു പി നായർ ഇതൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് ഇല്ലല്ലോ ഒരു മിനിറ്റ് രാജു പി നായർ രാജു പി നായർ ഇതൊക്കെ പുറത്തേക്ക് വരുന്നതാണ്. ഈ റിനി എന്താണ് റിനി ഈ പറയുന്ന നടി അത് പുറത്തു പറയുമ്പോൾ മാത്രം അറിയുന്നതല്ല. രാജു പി നായർ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത്രത്തോളം അതിഗുരുതരമായ പരാതികൾ അതിനുശേഷം മലവെള്ളപ്പാച്ചിൽ പോലെ രാഹുലിനെതിരെ പുറത്തേക്ക് വരണമെങ്കിൽ പാർട്ടി ഒന്നും അറിഞ്ഞില്ല അതിനു മുമ്പ് എന്ന് കരുതണോ രാജു പി നായർ? ഹാഷ്മി ഒന്നും അറിഞ്ഞില്ല എന്ന് കരുതാൻ പറ്റുമോ? ഹാഷ്മി ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് കരുതാൻ പറ്റുമോ? അല്ല, ഞാൻ അറിയുന്നതും പാർട്ടി രണ്ടും രണ്ടല്ലേ? മാധ്യമങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അല്ലല്ല രാജു പി നായർ, ഞാൻ അറിയുന്നതും പാർട്ടി അറിയുന്നതും രണ്ടും രണ്ടാണ്. അല്ലല്ല ഞാൻ ചോദിക്കുന്നത് അല്ലല്ല ഞാൻ അറിയുന്നതും ഒരു സാധാരണക്കാരൻ അറിയുന്നതും രാജു പി നായർ വ്യക്തിപരമായി അറിയുന്നതും പാർട്ടി മൊത്തത്തിൽ അറിയുന്നതും രണ്ടും രണ്ടാണ്. പറയട്ടെ ഹാഷ്മി പറയട്ടെ. പാർട്ടിക്ക് ഇതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ പാർട്ടി അറിഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നു ഇല്ലേ? മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്തായാലും എന്നെ കൊണ്ട് തുറന്ന് പറയിപ്പിക്കേണ്ട, പക്ഷെ ആരോപണം ഉന്നയിക്കപ്പെട്ടവരിൽ മാധ്യമത്തിനകത്ത് വരെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞല്ലോ. മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ കറക്റ്റ് ചെയ്യേണ്ടവരാണല്ലോ. നിങ്ങളൊരു വാർത്ത പോലും അത് ചെയ്തില്ലല്ലോ. ഇല്ല, വാർത്ത ചെയ്യുന്ന ഇല്ല രാജു പി നായർ വാർത്ത കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇല്ല വാർത്ത കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? വാർത്ത കൊടുക്കുന്നത് ഒരു പരാതിക്കാരി മുഖമായി വന്ന് നിൽക്കുമ്പോഴേ വാർത്ത കൊടുക്കാൻ പറ്റൂ. അല്ല സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ. ദേശാഭിമാനി കൊടുക്കാൻ പറ്റൂ. പക്ഷെ പാർട്ടിക്ക് അങ്ങനെ അറിഞ്ഞാ പോരാ. ഇല്ല രാജു പി നായർ സോഷ്യൽ മീഡിയ അല്ല പാർട്ടിക്ക് അത് കണ്ടെത്താനുള്ള വഴികൾ ഉണ്ടാവണം. ഇത് പുറത്തു വരുന്നതിനും അന്വേഷിക്കാനുള്ള വഴികൾ പാർട്ടിക്ക് ഉണ്ടാവണം. ഹാഷ്മി കോൺഗ്രസിന് വേണ്ടി ഇപ്പൊ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ വേണ്ടിയിട്ടുള്ള ഒരു നീതിയുടെ ബാർ അങ്ങ് ഏറ്റവും മേളിലേക്ക് കൊണ്ട് വെച്ചിരിക്കുകയാണ്. നല്ല കാര്യമാണ്. ഈ കോൺഗ്രസിൽ നിന്ന് ഇതിനെല്ലാം അപ്പുറം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാനകരമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നോക്കൂ, ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഞങ്ങൾ മാറ്റണം, കേട്ടറിവിന്റെ പേരിൽ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് അല്പം കടന്ന കൈയാണെന്ന് അങ്ങേക്ക് തന്നെ അറിയാം. ഒരു പെൺകുട്ടി ഇതിനകത്ത് വന്ന് അവരനുഭവിച്ചത് പോലുമല്ല, മറ്റുള്ളവരനുഭവിച്ചതിൽ ഈ ആൾക്ക് ബന്ധമുണ്ട് എന്നുള്ള എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിന് അനുഭവം ഉണ്ടായ പെൺകുട്ടി പോലും അല്ല പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു പരാതി ഒരു മുഖം വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. 24 മണിക്കൂറിൽ ഞങ്ങൾ നടപടിയെടുത്തില്ലേ? ഇതിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കുക? എം എൽ എ പദവി കേവലം പാർട്ടിയുടെ സ്ഥാനമല്ല. പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ചുള്ള ആ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ്. ഇനി ഒരു 7 മാസം കൂടിയുണ്ട്. ആ 7 മാസത്തിനിടയ്ക്ക് അവരുടെ ഒരു MLA പ്രാതിനിധ്യവും അവർക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഒരു പരാതി പോലും ഇപ്പോഴും ഇല്ല. നിങ്ങൾ പറയുന്നത് ഒരു പരാതി പോലും ഇല്ലാതെ MLA സ്ഥാനം കൂടി രാജിവെക്കാനാ പറയുന്നത്. രാജു പി നായർ വരുന്ന പരാതികളുടെ എണ്ണം താങ്കൾക്ക് അറിയാത്തതല്ല. വരുന്ന പരാതികളുടെ അല്ലെങ്കിൽ ശരി കേസില്ല ശരി എന്തുകൊണ്ട് ഈ പറയുന്ന ആരും കേസിലേക്ക് പോകുന്നില്ല എന്നതും ചോദ്യമാണ്. ശരി, പക്ഷെ പുറത്തേക്ക് വരുന്ന സ്ക്രീൻഷോട്ടുകൾ, പുറത്തേക്ക് വരുന്ന ഓഡിയോ ക്ലിപ്പുകൾ എന്റേതല്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ MV ഗോവിന്ദൻ എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാത്തത്? എന്താ MV ഗോവിന്ദൻ രാജി ആവശ്യപ്പെടാത്തത്? എന്തുകൊണ്ടാ? അത് മുകേഷ് MLA ഇരിക്കുന്നതുകൊണ്ട്. എന്റെ ചോദ്യം അത് മുകേഷ് MLA ഇരിക്കുന്നതുകൊണ്ടാണ്. അത് അവരുടെ ഗതികേടാണ് രാജു പി നായർ. പക്ഷേ ആ ധാർമ്മികത കോൺഗ്രസ് ധാർമ്മികതയാക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ ഹാഷ്മിയോട് ഒരു വാദത്തിന് വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. ദയവ് ചെയ്ത് കട്ട് ചെയ്ത് ഇതാന്ന് പറയുന്നത് വാദത്തിന് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുകയാണ്. ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെന്ന് ഹാഷ്മിക്ക് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത്? അപ്പൊ അവിടെയാണ് ചോദ്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും പറയാതെ ഹൂ കെയർസ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ എനിക്കല്ല മറ്റു കുട്ടികൾക്കുൾപ്പെടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പാർട്ടി ഒരു പരാതിയായി സ്വയം ഏറ്റെടുത്ത് രാജിവെപ്പിച്ച പാർട്ടിയോട് ഹാഷ്മി, അപ്പുറത്ത് മുകേഷ് ഉൾപ്പെടെയുള്ള, ഞാൻ വാട്ടപ്പെട്ടറിലേക്ക് പോകുന്നില്ല, പക്ഷെ പറയേണ്ടി വരും. കാരണം പാർട്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എന്നിട്ടും പാർട്ടിയെ അതിനകത്ത് കുറ്റപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കേണ്ടി വരും. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു സ്ത്രീയുടെ പരാതി അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുന്നത് ഒരു കാരണവശാൽ മറ്റുള്ളവരുടെ വാട്ടർ ബോട്ടിൽ വെച്ച് ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ ഒരു പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ
ചെയ്യാൻ കഴിയുന്നതിൻ്റെ എല്ലാം ചെയ്തതിനു ശേഷവും ആ പാർട്ടിയെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ വീണ്ടും താറടിക്കുകയാണ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ താറടിക്കാൻ ആക്കുമല്ല ഹാഷ്മി. നല്ല മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ അഭിനന്ദിക്കുന്നതും കൂടി ഓഡിറ്റിംഗ് ആണ്. നല്ല മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ അഭിനന്ദിക്കുന്നതും കൂടി ഓഡിറ്റിംഗ്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ അല്ല അത് ശരിയാണ്, അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേസില്ലല്ലോ. അഭിനന്ദിക്കണ്ട. ശരി, ഞാൻ അഭിനന്ദിക്കുന്നു. പേര് പോലും അല്ല രാജു പിന്നർ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് കാരണം എന്താണ്? വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ കേസില്ലല്ലോ, കേസ് വരട്ടെ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കാമായിരുന്നു. ആ സാങ്കേതിക പിടിച്ച് തൂങ്ങിയിൽ അഭിനന്ദിക്കുന്നു. പക്ഷേ ആ സാങ്കേതികതയിൽ പിടിച്ച് തൂങ്ങാതിരിക്കൽ MLA സ്ഥാനത്തിന് ബാധകമാണെന്നാണ് വ്യക്തിപരമായ ബോധ്യം. ഒരു സാങ്കേതികത്വത്തിൽ നിന്നില്ല. ആ സാങ്കേതികത്വം MLA സ്ഥാനത്തിന് ബാധകമാണെന്നാണ് എന്റെ വ്യക്തിപരമായ ബോധ്യം. നിങ്ങൾ അപ്പോൾ CPM കൂടാതെ നോക്കരുത്. മുകേഷ് ഉണ്ടല്ലോ എന്ന് ചോദിക്കരുത്. അതല്ല സ്ത്രീപക്ഷ രാഷ്ട്രീയം ആണോ? സർക്കാരിനെതിരെ നടത്തുന്ന ഏറ്റവും തീക്ഷ്ണമായ പ്രക്ഷോഭങ്ങൾ കാരണം CPM നടത്തിയ ഗൂഢാലോചനയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളുടെ നേതാവിനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പകരം ഒരു സ്ത്രീ പേര് പോലും ഉന്നയിക്കാതെ എന്നാൽ സമൂഹത്തിന് കൃത്യമായിട്ട് ഇന്ന ആളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു കാരണവശാൽ സംരക്ഷിക്കില്ല, അതിന് മുൻകൈ ഞാനെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 24 മണിക്കൂറിനുള്ളിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് നടപടിയെടുത്ത ചരിത്രം ഹാഷ്മി ഇതിനു മുമ്പ് കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടെങ്കിൽ ഒന്ന് പറയും. ഞാൻ ജയിക്കിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. ജെക്സി തോമസ്, CPM നിലപാട് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്നാണോ, അതോ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണോ, അതോ MLA ഇറങ്ങുന്ന രാഹുലിനെ അവിടെ തടയുമെന്നാണോ? ജയ്ക്ക്, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ ഞാൻ ആമുഖമായി തന്നെ എൻ്റെ ഭാഗം പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് കേരളം ഇതിനോടകം കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ ഞാൻ മനസ്സിലാക്കുന്നു സംഘപരിവാരമെന്നോ വ്യത്യാസമില്ലാതെ അല്പമെങ്കിലും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടുള്ള കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളും ഏതു വിധത്തിലാണ് നമ്മളുടെ ചർച്ചയുടെ ഈ പ്രശ്നത്തെ അവർ മുഖവിലേക്ക് എടുക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാണ് പരിമിതികളോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത്തരമൊരു വിഷയത്തിന്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ? ഏത് കേരളത്തിലെ ലക്ഷണമൊത്ത യുവജന പ്രസ്ഥാനത്തിൽ ഒന്നായിട്ട് കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടുള്ള പലവിധ വിവരങ്ങൾ നമുക്ക് മുമ്പാകെ ഫണം വിടർത്തി നിൽക്കുന്നുണ്ട്. ആ ഫണം വിടർത്തി നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ചോദിക്കുകയാണ് BJPയോട്, നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾ പ്രജ്വൽ രേവണ്ണയെ നിങ്ങൾ എന്ത് ചെയ്തു? ഇടതുപക്ഷത്തെ മുൻനിർത്തി പറയുന്നു, നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭയക്കുന്നു? നിങ്ങൾ കൊല്ലം MLA ആയിട്ടുള്ള ശ്രീ മുകേഷിന്റെ നേർക്ക് എന്ത് നടപടി സ്വീകരിച്ചു? അതുകൊണ്ട് തുടക്കത്തിന്റെ ആ ആദ്യഘട്ടത്തിൽ തന്നെ അസാധാരണ ബാലൻസിങ് നടത്തിയിട്ട് ഈ കേസുകെട്ടുകളിൽ അനിതര സാധാരണമായ ചർമ്മബലമുള്ള ആളുകൾക്ക് മാത്രം ന്യായീകരിക്കാൻ കഴിയുന്ന, ചിലപ്പോൾ മൃഗശാലകളിൽ മാത്രം കാണുന്ന മൃഗങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ ഞാൻ എൻട്രോ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ എത്താൻ വൈകിയതുകൊണ്ട് തോന്നുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ അത് കേട്ടിട്ട് പറയൂ. ആരെങ്കിലും പറയുന്ന കേട്ട് പറയല്ലേ? ഏതാണ് ഞാൻ ചോദിക്കുന്നത്? എന്റെ ഇൻട്രോയെ പറ്റിയാണ് താങ്കൾ പരാമർശിക്കുന്നതെങ്കിൽ താങ്കൾ അത് എത്താൻ എന്റെ ഇൻട്രോയെ പറ്റിയാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ താങ്കൾ എത്താൻ വൈകിയതുകൊണ്ട് അത് കേൾക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അത് കേട്ടിട്ട് മൊത്തം കേട്ട് പറയൂ. എനിക്ക് എന്തായാലും ഇപ്പൊ അങ്ങയുടെ ഇൻട്രോ നോക്കി വായിച്ച് അങ്ങയെ വിലയിരുത്തേണ്ട അത്ര ഗതികേട് ഇപ്പൊ എനിക്കില്ല. അപ്പൊ അങ്ങയുടെ ഇൻട്രോയെ കുറിച്ചല്ല അങ്ങ് BJPയുടെ പ്രതിനിധിയുമായി നടത്തിയിട്ടുള്ള ചോദ്യത്തിന്റെയും മറുപടിയുടെയും ഒരു രൂപം ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തുടക്കം മുതൽ തന്നെ ചർച്ചയിൽ BJP പ്രതിനിധിയോട് ചോദിച്ചതിന് പ്രശാന്ത് മറുപടി പറയട്ടെ, അത് ജേക്ക് പറയണോ? പക്ഷേ BJP പ്രതിനിധിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ വന്നിരിക്കുന്ന BJP ആഭിമുഖ്യമുള്ള ഒരാളല്ല ഞാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ കാര്യത്തിനകത്ത് പൊതുകാര്യ പ്രസക്തമായ നിലയിൽ അന്തസ്സുള്ള കേരളത്തിലെ ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളും ചർച്ച ചെയ്ത ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഭിപ്രായം പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണ മുതൽ കൊല്ലം MLA ആയിട്ടുള്ള മുകേഷിനെ വരെ ഇടവും വലവും ഇരുത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ജയിക്കെ, ഇതൊക്കെ ചോദ്യം ചെയ്യാൻ അർഹതയുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല ജയിക്കെ. ഞാൻ പ്രജ്വൽ രേവണ്ണയുടെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവിന്റെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ, യെദ്യൂരപ്പയുടെ പോക്സോ കേസിന്റെ കാര്യം പറയുമ്പോൾ അതിൽ മറുപടി പറയേണ്ടത് എന്താ പ്രശാന്ത് ശിവനല്ലേ? അതെന്തിനാണ് ജേക്ക് ഏറ്റുപിടിക്കുന്നത്? ജേക്ക് CPM മറുപടി പറ. എന്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം നിലപാട് CPM ഉണ്ടോ? അപ്പോ
അങ്ങ് CPM-ന്റെ മറുപടി പറയാൻ എന്നോട് ആക്രോശിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെടുന്ന മറുപടിയെ ഞാൻ അങ്ങോട്ട് പറയൂ. 24 ന്യൂസിൽ അങ്ങയുടെ ശമ്പളം പറ്റുന്ന ഏതെങ്കിലും ഉപചാരക വൃന്ദത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരോട് അങ്ങ് ഡിക്റ്റേറ്റ് ചെയ്താൽ മതി. എന്നോട് എന്ത് മറുപടി പറയണം എന്നുള്ള ഡിക്റ്റേഷൻ അങ്ങ് ദയവ് ചെയ്ത് എന്നോട് നടത്തിയാൽ അത് കയ്യിൽ വെക്കാൻ ഞാൻ മറുപടി പറയാൻ പ്രശാന്തിന് അറിയാം. അത് പ്രശാന്ത് പറയും. JK പിടിക്കണ്ടെന്നാ പറയുന്നത്. അല്ല, ഞാൻ എന്ത് ഏറ്റുപിടിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് 24 ന്യൂസിൽ ആങ്കർ. ശരി, എന്നാ പ്രശാന്തിന് മറുപടി താങ്കൾ പറയും. അങ്ങനെ ഏറ്റുപിടിക്കേണ്ടാത്ത കാര്യങ്ങളുടെ വരവരച്ചിട്ടാണോ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? കയ്യിൽ വെച്ചാൽ മതി ഞാൻ അങ്ങോട്ട് പറയും. എന്നാ ഏറ്റുപിടിക്കൂ. എന്താണ് രേവണ്ണയ്ക്ക് വേണ്ടിയും അങ്ങ് ന്യായീകരിക്കും. ചർച്ച കാണുന്ന പല ആളുകൾക്കും അറിയാം. എന്താ JK? ഞാൻ ഒരു രേവണ്ണയ്ക്ക് വേണ്ടി ന്യായീകരിച്ചില്ല. ഞാൻ അങ്ങയുടെ ചോദ്യത്തെ സംബന്ധിച്ചാണ്, അങ്ങയുടെ ചോദ്യത്തിൽ തെളിഞ്ഞു വരുന്ന ദുഷ്ടലാക്കിന്റെ ദംഷ്ട്രയെ സംബന്ധിച്ചാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത്. കാരണം എന്താണ്? ലക്ഷണമൊത്ത രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സെക്ഷൽ പെർവേർട്ടിനെ ന്യായീകരിക്കാൻ അങ്ങ് പല ആളുകളെയും കൂട്ടുപിടിക്കുന്നു. അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ, അപ്പോൾ ഇതിൽ മാത്രം തെറ്റ് കാണുന്നതിൽ ഒരു സെലക്ടീവ്നെസ് ഇല്ലേ? അതിലാണ് ലക്ഷണമൊത്ത ദുഷ്ടരാഷ്ട്രീയത്തിന്റെ ദംഷ്ട്രയോട് അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങേക്ക് പൊള്ളലുണ്ടായിട്ട് കാര്യമില്ല. എന്തൊക്കെയാ പറയുന്നത്? നിലവിട്ട് എന്തൊക്കെയാ പറയുന്നത്? പ്രജ്വൽ രേവണ്ണ ഒന്നാം തരം വേട്ടക്കാരനാണ്. സുപ്രീം കോടതി കുറ്റക്കാരൻ നടത്തി ജയിലിലേക്ക് അടച്ച വ്യക്തിയാണ്. ഞാൻ BJPയോട് ചോദിക്കുമ്പോൾ എന്തിനാ JK പൊള്ളേണ്ട കാര്യം? എന്താ JK പൊള്ളല്ലേ? എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അങ്ങയുടെ ഈ ചോദ്യം മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് അങ്ങ് ആവർത്തിക്കുന്നത്. മനസ്സിലാവുന്നില്ല. അങ്ങയുടെ ഈ ചോദ്യം അങ്ങ് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ആവർത്തിക്കുന്നത്. അങ്ങയുടെ ഈ ചോദ്യം അങ്ങ് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ആവർത്തിക്കുന്നത്. ആങ്കർ എന്ന സൗകര്യം ഉപയോഗിച്ച് അങ്ങ് 1000 തവണ ആവർത്തിക്കാനും സാധ്യതയുണ്ട്. കാരണം എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അന്തസ്സും വിവേകവുമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ രാജിവെച്ചൊഴിയേണ്ട വന്ന മുൻ സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള ആരോപണത്തിൽ ലോകമെമ്പാടുമുള്ള സകല അധമന്മാരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ അതിനെ സമീകരിക്കാൻ ശ്രമിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ഞാൻ വ്യക്തിപരമായി പറയുകയാണ്. അത് പറയാനുള്ള എന്താണ് ആർജവത്വം CPM-നുണ്ടോ? എന്റെ ചോദ്യം അതാ. അതിന് മറുപടി പറയൂ പ്ലീസ്. അപ്പൊ ഞാൻ അങ്ങ് മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങേക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? അത് തുറന്നു കാട്ടപ്പെടുമ്പോൾ അങ്ങേക്ക് പ്രയാസമാണ് അല്ലെ? അങ്ങേക്ക് അസാധാരണമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അല്ലെ? ഇനി രാജിയിലേക്ക് തന്നെ വരാം. എന്താ രാജിയെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, അന്തസ്സും സമൂഹത്തിൽ വിലയുമുള്ള എത്ര മനുഷ്യന്മാർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് തെളിവോടുകൂടിയുള്ള പരാതികൾ പുറത്തുവിട്ടു. അപ്പൊ പുറത്തുവിടുമ്പോൾ ചില മാന്യന്മാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്, ഏതൊക്കെ തരത്തിലുള്ള വർത്തമാനങ്ങൾ വെച്ചിട്ടാണ്? ഞാൻ കോൺഗ്രസ് പ്രതിയെ പേരെടുത്തൊന്നും വിമർശിക്കാൻ നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ അനുഭവങ്ങളെങ്കിലും മറ്റു മാധ്യമ പ്രവർത്തകർ പറയുന്നത് വസ്തുതയെങ്കിൽ മുഖവിലക്കെടുത്ത് സംസാരിക്കാൻ തയ്യാറാകേണ്ടതില്ലേ? എത്രയെത്ര അനുഭവങ്ങൾ ചാറ്റുകളായി, സ്ക്രീൻഷോട്ടുകളായി, ഫോൺ സംഭാഷണങ്ങളായി, പരാതികളായി, വെല്ലുവിളിയോടുകൂടെ നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ? എന്താ പ്രസിദ്ധമായിട്ടൊരു ബൈബിൾ വാചകമുണ്ട്, അവനവൻ അളന്നു കൊടുക്കുന്ന പാത്രത്തിൽ തന്നെ അവനും അളന്ന് കിട്ടപ്പെടുമെന്ന അർത്ഥത്തിൽ വരുന്നത്. എന്താണ് പ്രത്യേകത? ഈ മാന്യൻ, അങ്ങ് മറക്കാൻ സാധ്യതയില്ലല്ലോ, ഈ മാന്യൻ രാജ്യവിരുദ്ധ കേസിൽ തടവിലാക്കപ്പെട്ട, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട വന്ന തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീയെ കേരള മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ എന്തായിരുന്നു ഈ മാന്യന്റെ പ്രതികരണം? പിണറായി വിജയന് മാനമുണ്ടെങ്കിൽ മാനഹാനി കേസ് കൊടുക്കട്ടെ എന്ന് അല്ലെ? സമൂഹത്തിൽ വിലയും അന്തസ്സും സമൂഹത്തിൽ അംഗീകാരവുമുള്ള 1, 2, 3 4, 5, 6 പേർ ഇതിനോടകം പരാതിയായി വന്നു. മാനം കപ്പല് കയറി പോയോ? ഈ നാട്ടിൽ ഇയാളെ അനുകൂലിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന മാന്യന്മാർ, അത് കോട്ടിട്ടവരാണെങ്കിലും മുണ്ടെടുത്തവരാണെങ്കിലും പറയണ്ടേ? ഇദ്ദേഹത്തിന്റെ പഴയ പ്രതികരണ പ്രകാരം ഇദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി വരെയുള്ളവരോട് മാനമുണ്ടെങ്കിൽ മാനഹാനിക്ക് കേസ് കൊട എന്ന തട്ടിപ്പ് കേസിൽ, ഇന്ത്യ വിരുദ്ധ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു പ്രതിയുടെ മൊഴി എടുത്ത് തലയിൽ ചൂടി നടന്നിരുന്നില്ലേ? എന്തായിരുന്നു? ആ അളവുകോൽ വെച്ചിട്ടൊന്ന് അളന്നാലോ എങ്ങനെ ഇരിക്കും? കോട്ടിട്ട ആളുകളും മുണ്ടുടുത്ത ആളുകളും ന്യായീകരിക്കാൻ വന്നിരിക്കുന്നവരും ആ അളവുകോൽ വെച്ച് ഇദ്ദേഹത്തെ ഒന്ന് അളന്നാൽ എവിടെ പോയിരിക്കും? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാജിയെ സംബന്ധിച്ച് അങ്ങ് ആവർത്തിച്ച് ചോദിച്ചല്ലോ. ഞങ്ങളുടെ ആവശ്യം രാജി മാത്രമല്ല, ഇയാളെ പോലൊരാൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാൻ പാടില്ല, കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അന്തസ്സുണ്ടോ കോൺഗ്രസിന് ആ തീരുമാനമെടുക്കാൻ? എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? പ്രസ്ഥാനത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഈ മനോവൈകൃതമുള്ള സെക്ഷൽ പെർവേർട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. JK തോമസ്, എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ട കാര്യം എന്താണ്? അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ? താങ്കൾ ഈ പറഞ്ഞ സ്വഭാവ വൈകൃതങ്ങളുള്ള ഒരാൾ രാജിവെക്കണം എന്ന് പറയാൻ അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ? അതോ CPM സംസ്ഥാന സെക്രട്ടറി ആർജവത്തോടെ പറയണോ രാജിവെച്ചിറങ്ങിപ്പോ എന്ന് പറയണോ? JK തോമസ്.
ഞങ്ങൾ ആർജവത്തോടു കൂടെ തന്നെ പറയുന്നു, ഇയാൾ കേരളത്തിൽ മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന, അന്തസ്സുള്ള മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല. MLA എന്നല്ല, യൂത്ത് കോൺഗ്രസ് നേതാവെന്നല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇത്തരം മനോവൈകൃതമുള്ള സെക്ഷൽ പെർവർട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയാത്ത എന്താ? അപ്രസക്തമാണ്. ആ ചോദ്യം പോലും അപ്രസക്തമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയാത്ത എന്താ ജയിക്കിയത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനും അപ്പുറം കടന്നല്ല പറഞ്ഞത്. കേരളത്തിലെ CPIM എന്ന മാത്രം ആവശ്യമല്ല, കേരളത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യം, കേരളമാകെയുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആവശ്യം, ഇയാൾ ഇത് അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ്. അത് അങ്ങനെയാണല്ലോ വിശദീകരിച്ചത്. അങ്ങത് ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹത്തിന്റെ വാചകം അങ്ങ് മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണത്തിൽ അങ്ങ് കേട്ടില്ലേ? അതായിരുന്നില്ല CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു CPIM ആവശ്യം എന്ന നിലയിലല്ല, ഇതൊരു ഇടതുപക്ഷ ആവശ്യം മാത്രം എന്ന നിലയിലല്ല, കേരളത്തിലെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള അന്തസ്സുള്ള മലയാളികളുടെ അനുഭവങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരാൾ ഇവിടെ ഉണ്ടാകാനേ പാടില്ല. പരിഷ്കരണത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഞാൻ പ്രശാന്തിലേക്ക് എത്തും മുമ്പ് രാജു പി നായർ ചുരുങ്ങിയ വാക്കിൽ മറുപടി, തങ്ങളുടെ ഊഴമല്ല പ്രശാന്തിന്റെ ഊഴമാണെങ്കിൽ കൂടിയും. രാജു പി നായർ, അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നിലപാടില്ലാതെ പറഞ്ഞതല്ല, CPM അല്ല പൊതുജനം തന്നെ രാജിവെക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് രാജിവെച്ച് പോകണം എന്നാ പറയുന്നത്. അവിടെ CPM ഒറ്റയ്ക്ക് ആവശ്യം ഉന്നയിക്കുന്നില്ല, നാട് മൊത്തം ആവശ്യപ്പെടുകയാണെന്നാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പ്രതിരോധത്തിലാവേണ്ട ഒരു ചർച്ചയിൽ CPMന്റെ പ്രതിരോധത്തിലാവുന്ന കാണുന്നത്. അദ്ദേഹം ആദ്യം തന്നെ സത്യം പറഞ്ഞാൽ ഈ ആക്രോശമൊക്കെ ഉന്നയിക്കേണ്ട ഞാനായിരുന്നിരിക്കാം. പക്ഷെ ഞങ്ങൾ നൈതികമായൊരു നിലപാടെടുത്തുകൊണ്ടാണ്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ കൊല്ലം MLA ആയിരുന്ന മുകേഷിൻ്റെ പുറകെ നിങ്ങൾ എത്ര ദൂരം, എറണാകുളം വരെ നിങ്ങൾ കാർ ഓടിച്ച് വന്നില്ലേ? എത്ര ദിവസം ആ വീടിന് മുന്നിൽ കിടന്ന ആ MLA ഒരു വാക്കൊന്നും മിണ്ടാനായിട്ട് ഇല്ലേ? ഈ ഏതെങ്കിലും CPMന്റെ നേതാക്കന്മാർക്ക് മിണ്ടാൻ ത്രാണി ഉണ്ടായിരുന്നോ? നിങ്ങൾക്കൊരു ആളുടെ പുറകെ ഓടേണ്ടി വന്നില്ലല്ലോ. കാരണം എന്താ? ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ നേതൃത്വം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ ഡിസോൺ ചെയ്യുന്നു, ഞാൻ മുൻകൈയെടുത്ത നടപടി ഉണ്ടാവും. രാജു പി നായർ, ഞാൻ ചോദിക്കട്ടെ ഇല്ല രാജു പി നായർ, ഈ പറയുന്ന എന്താണ് ഈ ഇല്ല ഞാൻ ഒറ്റ കാര്യം, ഞാൻ ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഞാൻ അങ്ങനെ എത്തും, ഇപ്പോൾ വരുന്ന ഈ പറഞ്ഞ സ്ക്രീൻഷോട്ടുകൾ, ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകൾ, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുണ്ട് ചോദിച്ചാൽ പല ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുണ്ട്, അതില്ലെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ രാജു പി നായർ, താങ്കൾക്ക് ഉറപ്പുണ്ടോ പാലക്കാട് MP സമീപിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയോട് ഇയാൾ മോശമായി പെരുമാറില്ല എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ രാജു പി നായർ? അങ്ങനെ ഉറപ്പ് കോൺഗ്രസ് കൊടുക്കാൻ പറ്റുമോ? ഹാഷ്മി, എന്റെ ഉറപ്പില്ല കോൺഗ്രസിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നേ. ആ ഒരു സ്ത്രീ പറയുന്നേക്കൂ എന്റെ ഉറപ്പില്ലായ്മയുടെ പ്രശ്നമല്ല. ഈ നാട്ടിൽ എഴുതി കൊടുക്കാത്ത ഒരു പരാതി തൻ്റേതല്ലാതെ മറ്റുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്നു ഒരു പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നു പറഞ്ഞപ്പോൾ ആ സ്ത്രീയെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തത്. എഴുതി കൊടുത്ത പരാതി പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത മുകേഷ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഈ പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം പുറകെ നടക്കേണ്ടി വന്നു? BJP-കാരൻ്റെ ഇവിടെ നിന്ന് വലിയ കാര്യം പറഞ്ഞല്ലോ. നിങ്ങളുടെ ഉന്നതാധികാരി, ഇപ്പം ഞങ്ങളുടെ BJP-യുടെ പാർട്ടിയല്ല രേവണ്ണ എന്നാ പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയായ പാർലമെന്ററി ബോർഡിനകത്ത് പോക്സോ കേസ് പ്രതിയായിരിക്കുന്ന പോക്സോ കേസ്. എന്താ നിങ്ങളുടെ നടപടി? നിങ്ങൾ എപ്പോഴാണ് ഉന്നാവു MLA കുൽദീപ് സിംഗിനെതിരെ നിങ്ങൾ നടപടിയെടുത്തത്? അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് പുറത്താക്കിയില്ല. രാജു പി നായർ, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ കാര്യത്തിൽ ജയിക്കിന് ഉത്തരവില്ല, MP ഗോവിന്ദൻ മാഷ്ക്ക് ഉത്തരവില്ല, പ്രജ്വൽ രേവണ്ണയുടെയും ഈ പറയുന്ന എന്താണ് യെഡിയൂരപ്പയുടെയും ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ ശരത് യാദവിന്റെ കാര്യത്തിൽ പ്രശാന്തന് ഉത്തരവില്ല, അവരുടെ പാർട്ടി അധ്യക്ഷ ഉത്തരവില്ല. ഇത് നിങ്ങൾ ഇവിടെ ഒന്നും രാജി അതിശക്തമായി ആ കാലത്ത് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇത് നിങ്ങൾ തമ്മിലൊക്കെ ഉള്ള ഒരു മച്ചാ കോമ്പിനേഷൻ അല്ലേ രാജു പി നായർ? അതുകൊണ്ടല്ലേ MP ഗോവിന്ദൻ കടുപ്പിച്ച് രാഹുൽ രാജി ആവശ്യപ്പെടാത്തത്? ഇതിനകത്ത് ഒരു കാര്യം അല്ലല്ല ഹാഷ്മി ഇതിനകത്ത് കാര്യത്തിലേക്ക് വരാം. ഒന്ന് നോക്കൂ, ഒരു മന്ത്രിസ്ഥാനം ഒരാൾക്ക് രാജിവെച്ച, അപ്പൊ സജി ചെറിയാൻ രാജിവെച്ചു മന്ത്രിസ്ഥാനം. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ കോടതി വിധി തെറ്റോ ശരിയോ എന്ന് അവിടെ നിൽക്കട്ടെ, പക്ഷെ ഒരു കോടതി വിധി അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ സാധിച്ചു ഇല്ലേ? ഒരു MLA രാജിവെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു നിയമ നടപടി ഇപ്പോഴും ഉണ്ടായിട്ടില്ല, ഒരു പരാതി ഇപ്പോഴും ഉണ്ടായിട്ടില്ല, ഒരു മൊഴിയില്ല, എല്ലാം നിൽക്കട്ടെ. ഒരു MLA-ക്ക് രാജിവെച്ച് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടേക്ക് എത്താൻ കഴിയില്ല. മാത്രമല്ല ഒരു MLA രാജിവെച്ചാൽ അവിടെ നിഷേധിക്കപ്പെടുന്നത് ആ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളുടെ അവകാശം കൂടിയാണ്. അതുകൊണ്ട് ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അത്ര ലാഘവത്തോടു കൂടിയല്ല ഒരു MLA സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. വളരെ കൃത്യമാണ് ഇതിനകത്ത്.
ഓക്കെ, ഞങ്ങൾ ഓക്കെ. അതുകൊണ്ടാണ് എം ഒറ്റ മുകേഷിന്റെ മിനിറ്റ്, ഒറ്റ കാര്യം മിനിറ്റ്. എത്തിയപ്പോഴും ഞങ്ങൾ എടുത്ത നിലപാട് എന്താ? അത് ആ പാർട്ടി അല്ലല്ല രാജീവ് പിന്നാർ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് പാലക്കാട് നിയോജക മണ്ഡലത്തിന് ഒരു മിനിറ്റ് രാഷ്മി, പറഞ്ഞു കൊടുത്തു. പാലക്കാട് നിയോജക മണ്ഡലത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചാൽ അടുത്ത 7 മാസക്കാലം പ്രാതിനിധ്യമില്ല. ആ നാടിന്റെ വികസന പദ്ധതികൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ഇനിയും അപ്പോഴും നിങ്ങൾ ആലോചിക്കൂ, ഒരു പരാതി പോലും ഇപ്പോഴും ഇല്ല, ഇല്ലേ? എന്നിട്ട് ജെയ്സി തോമസിനൊക്കെ ഇവിടെ വന്ന് ഇത്തരത്തിൽ എന്ത് കാണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടി ഉണ്ടാവും. ശരി താങ്കൾ ഒരൊറ്റ മിനിറ്റ്. രാജീവ് പിന്നാർ ഇപ്പോൾ പറഞ്ഞ വാദം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ മിനിറ്റ്. രാജീവ് പിന്നാർ ഹാഷ്മി ഇതൊന്നും പറഞ്ഞു. ഹാഷ്മി ഈ പറഞ്ഞതിന്റെ ഹാഷ്മി ക്ലാരിഫൈ ചെയ്യണം, പ്രേക്ഷകർക്ക് വേണ്ടി ക്ലാരിഫൈ ചെയ്യണം. എന്താ ഞാൻ സംസാരിച്ച ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ ന്യായീകരിച്ചത് ഹാഷ്മി കണ്ടോ? കണ്ടില്ല. ഒന്നുമില്ല. പക്ഷെ പരാതിയില്ലെന്ന് പറയില്ലേ? ഞാൻ പറയുന്ന പരാതി ഇല്ലെന്ന ടെക്നിക്കാലിറ്റിയിൽ പിടിച്ചു തൂങ്ങാൻ പറ്റിയ ഒന്നല്ല പുറത്തു വരുന്ന ആരോപണങ്ങളുടെ ഗൗരവം. രാജു പി നായർ ആ ഓഡിയോ ക്ലിപ്പ് താങ്കൾ കേട്ടുണ്ടാവണം. ഒരു അബോർഷന് വിധേയമാകാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഓർത്തഡോക്സ് വിവാഹിതയല്ല, പക്ഷെ ഗർഭിണിയാണ്. വീട്ടിൽ എന്ത് പറയുന്ന ആദിയുണ്ട്, നാട്ടുകാരെന്ത് പറയുന്ന ആദിയുണ്ട്, സോഷ്യൽ ടാബു ഉണ്ട്. പോയി പണി നോക്കാനൊക്കെ പറയുന്നത് എൻറൂട്ടഡ് ക്രിമിനാലിറ്റിയാണ്. രാജു പി നായർ വെച്ചു പൊറപ്പിച്ചുകൂടാതെ ക്രൂരതയാണ്, മനസാക്ഷി വിരുദ്ധതയാണ്. അത് പറഞ്ഞ ആൾക്കാർ ഹാഷ്മി, അവിടെയാണ് ഹാഷ്മി ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് പറഞ്ഞ ആൾക്കാരാണ് ആ വാദം പോലും ഉന്നയിക്കാതെ രാജിവെപ്പിച്ച പാർട്ടിയെ ചോദ്യം ചെയ്യാൻ വരുന്നത്, ഇല്ലേ? മുകേഷിന്റെ കാര്യത്തിൽ ഇവർ എന്ത് നിലപാടെടുത്തത്? രാഷ്ട്രീയ ഗൂഢാലോചന എന്നല്ലേ ഇവർ പറഞ്ഞത്? ആ ഉന്നയിക്കപ്പെട്ട സ്ത്രീക്കെതിരെ എന്തൊക്കെ ആരോപണം ഉന്നയിച്ചു? ഞങ്ങൾ ആ ഉന്നയിക്കുന്ന സ്ത്രീക്കെതിരെ, റിനിക്കെതിരെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ആരോപണം ഞങ്ങൾ പറഞ്ഞോ? അല്ല, വി കെ സി പറഞ്ഞു അർദ്ധവസ്ത്രം ഉടനെ കയറി പിടിച്ചു. പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയമായി അല്ല വി കെ സി എം പി പറഞ്ഞു അർദ്ധവസ്ത്രം ഏതോ നേതാക്കളെ കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. വൃത്തിയോട് പറഞ്ഞു വി കെ സി പിന്നെ തിരുത്തിയെങ്കിലും അതൊക്കെ അപ്പൊ തന്നെ തിരുത്തിച്ചല്ലോ. പ്രതിപക്ഷ നേതാവ് ഏറ്റവും വലിയ രാഷ്ട്രീയ ഡിഫൻസിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് എന്റെ മകളാണ്, എന്റെ മകൾക്ക് തുല്യമാണ്. കാരണം ആ സ്ത്രീ ഒരു കാരണവശാലും ഒരു മോബ് ലിഞ്ചിങ്ങിന്, ഒരു സൈബർ ലിഞ്ചിങ്ങിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം കൂടി അതിനകത്ത് ഇരിപ്പുണ്ട്. ഞങ്ങൾ ആ കുട്ടിയെ കുറിച്ച് CPM ഗൂഢാലോചനയാണോ? രാവിലെ 5 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കയറി അറസ്റ്റ് ചെയ്ത CPM ഇതും ചെയ്യും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിക്കെതിരെ കൂടി ആക്രമണം ശക്തമാവുമായിരുന്നു. ആക്രമിക്കരുതുള്ള സന്ദേശം കൊടുത്തത് നടപ്പായില്ല. ആക്രമണം ഉണ്ടായി. ഈ പറയുന്ന എന്താണ് ആക്രമണം ഉണ്ടായി. ഹണി ഭാസ്കറിനെതിരെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല. ഈ സൈബർ ആക്രമണത്തിൽ പരാതി കൊടുത്താൽ ഈ നാട്ടിൽ ചുക്കും ഉണ്ടാവില്ല. ശരി ഞാനെത്താം. ശ്രീ പ്രശാന്ത് ശിവൻ ഇവിടെ എന്താണ് പ്രജ്വൽ രേവണ്ണെ പറ്റി ചോദിക്കുന്നത് എന്തിനാ എന്ന് ജെ കിനിയും ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിജുഭൂഷണെ പറ്റി ചോദിക്കുന്നത് എന്തിനാ എന്ന ചോദ്യം ജെ കിനിയും ചോദിച്ചേക്കാം. പക്ഷേ ഇത് ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ ഒരു കോണിൽ മാത്രം പോകുന്ന ഒന്നല്ലല്ലോ. അതെല്ലാ വർഷങ്ങളും ഉള്ളതാണല്ലോ. ശ്രീ പ്രശാന്ത് ശിവൻ യെദ്യൂരപ്പയുടെ കാര്യം പറയുന്നു. രാജു പി നായർ എന്തോ വസ്തുതർക്കവുമായി വീട്ടിൽ വന്ന പരാതിയിൽ സ്വന്തം മോളെ ഉപദ്രവിച്ചു എന്നാണ് പരാതി. പോക്സോ കേസാണ്. നിങ്ങൾ നടപടിയെടുത്തോ? ഇവിടെ പ്രശാന്ത് ശിവൻ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിനു പോലും മറുപടി ലഭിച്ചിട്ടില്ല. ഈ ഓഡിയോ സന്ദേശം രാഹുലിൻ്റേത് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി അത്തരത്തിൽ രാഹുലിൻ്റേത് അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികളുമായിട്ട് പോകുവാനായിട്ട് രാഹുൽ ഇതുവരെയായിട്ട് തയ്യാറായിട്ടുണ്ടോ? അതിനു പകരം ഇവിടെ വി കെ ശ്രീകണ്ഠൻ MP എന്താ പറയുന്നത്? അർദ്ധവസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങളുമായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് രാഹുലിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ചാറ്റ് പുറത്തു വരുന്നുണ്ട്. അത് എൻ്റേതല്ല എന്ന് പറയുവാനായിട്ട് തയ്യാറായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം പരാതിയുണ്ടോ എന്ന് മാത്രം. ശരി, എൻ്റേതല്ല എന്ന് രാഹുൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ? എന്റേതല്ല എന്ന് എന്റേതല്ല എന്ന് രാഹുൽ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. രാഹുൽ പറഞ്ഞു എന്റേതല്ല, അതുകൊണ്ട് ഓക്കെ എന്ന് പറയുമോ? ഇലക്ഷൻ കമ്മീഷൻ ശകുൻ റായോട് ചോദിച്ച പോലെ നിങ്ങൾ ഇരട്ട വോട്ട് ചെയ്തോ? ഇല്ല എന്ന് ശകുൻ റായ് പറഞ്ഞു ഓക്കെ എന്ന് പറയുന്നത് പോലെ എന്റേതല്ല എന്ന് രാഹുൽ പറഞ്ഞു നിങ്ങൾ കേൾക്കുമോ? അയാളുടേതല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളുടേതല്ല എന്ന് പറഞ്ഞാൽ ഈ ആരോപണവുമായി വന്ന ആളുകൾക്ക് ഇത് തെളിയിക്കുവാൻ സാധിക്കും. അങ്ങനെ എന്റേതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ 48 മണിക്കൂറായില്ലേ? 48 മണിക്കൂറായിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം വരണ്ടേ? അല്ല പ്രശാന്ത്, എന്റെ ചോദ്യം അതല്ല. ഇപ്പൊ താങ്കൾ പറയുന്നത് ഇല്ല, താങ്കൾ പറയുന്ന ബ്രിജുഭൂഷൺ ശരൺ സിംഗ് യാദവ് പറഞ്ഞു ഇത് രാഷ്ട്രീയ ആരോപണമാണ്, അതുകൊണ്ട് രാഷ്ട്രീയ ആരോപണം. പ്രജ്വൽ രേവണ്ണ പറഞ്ഞു രാഷ്ട്രീയ ആരോപണമാണ്, അതുകൊണ്ട് രാഷ്ട്രീയ ആരോപണം. യെദ്യൂരപ്പ പറഞ്ഞു രാഷ്ട്രീയ ആരോപണമാണ്, അതുകൊണ്ട് രാഷ്ട്രീയ ആരോപണം. അപ്പൊ നിങ്ങൾ അതൊക്കെ കേട്ടു.
ആ യുക്തിക്കാണെങ്കിൽ രാഹുൽ പറയുകയാണ് രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? രാഷ്ട്രീയ ആരോപണം എന്ന് പറയാൻ പറ്റില്ല. ബ്രിജുഭൂഷന്റെ എന്തായിരുന്നു? ഗുസ്തി താരങ്ങൾക്ക് ട്രയൽസ് നടത്താതെ ഗെയിംസിന് പോകണമായിരുന്നു. ട്രയൽസ് ഒന്നും ഇവിടെ പങ്കെടുക്കാതെ നേരിട്ട് ഗെയിംസിന് പോകണമായിരുന്നു. അവരെന്താ പറഞ്ഞേ? ഫോൺ നമ്പർ വാങ്ങി എന്നാ പറഞ്ഞത്. ഫോൺ നമ്പർ വാങ്ങിയിട്ട് എന്താ ഫോൺ വിളിച്ചോ എന്ന് ചോദിച്ചു. ഫോൺ വിളിച്ചിട്ടില്ല. 2015 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. 2015 പീഡിപ്പിക്കുന്ന സമയത്ത് എവിടെ വെച്ച് പീഡിപ്പിച്ചു? വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. 2015 ഈ പറഞ്ഞ ആൾ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ തീയതിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളുമായാണ് അന്ന് വന്നത്. പക്ഷെ ഇന്ന് കൃത്യമായ തെളിവുമായി കേരളത്തിലെ ഒന്നല്ല രണ്ടല്ല നിരവധി ആളുകൾ കൃത്യമായ തെളിവുകളുമായി വന്നു. ഇവിടെ ഞങ്ങൾക്ക് നേരെ അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ID ഉൾപ്പെടെയുള്ള ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ് കോളുകൾ തുടങ്ങി നിരവധിയായിട്ട് വന്നു. ഇത് ഏതെങ്കിലും ഒന്ന് തള്ളിക്കളയുവാൻ തയ്യാറായോ? ഇവിടെ പരാതിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങളുമായി വരുന്ന ആളുകൾ അവരുടെ മാനത്തെ ഭയന്നുകൊണ്ടാണ് ഇത്രകാലവും ഉണ്ടാതിരുന്നത്. അത്തരത്തിൽ വരുന്ന പെൺകുട്ടികളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവർ ഇത്തരത്തിൽ നടപടി. യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസിൽ നടപടിയെടുക്കണമെന്ന് പുതിയ സാഹചര്യത്തിൽ പ്രശാന്ത് ശിവന് അഭിപ്രായമുണ്ടോ? അല്ല, ബ്രിജുഭൂഷണെ വിട്ടോ? അതിനേക്കാൾ ഭീകരമാണ് യെദ്യൂരപ്പയുടെ പോക്സോ. ഹാഷ്മി ബ്രിജുഭൂഷണെ വിടുന്നില്ല, പ്രജ്വൽ രേവണ്ണെ വിടുന്നില്ല, യെദ്യൂരപ്പയെ വിടുന്നില്ല. ബിജെപിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ആർക്കാ? പ്രജ്വൽ രേവണ്ണയ്ക്ക് ബിജെപിയുമായിട്ട് എന്ത് ബന്ധം? പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഈ പ്രശ്നമുണ്ട് എന്ന് BJP-ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ JDU-നോട് പറഞ്ഞോ സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞോ? ഇല്ല. എന്താണല്ലോ BJP-ക്ക് നിർത്തി മത്സരിച്ചു. നിങ്ങളുടെ നേതാക്കൾ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോകാതിരുന്നോ? ഇല്ല, പോയി വോട്ട് ചോദിച്ചു. പോലുമല്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ച്. പ്രജ്വൽ രേവണ്ണയ്ക്ക് ഇപ്പം മോദി വേദി പങ്കിടാതിരുന്നോ? ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതിനെ വെള്ളപൂശാനായിട്ടും അതിനൊരു പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മൂടി വെക്കുവാനായിട്ടാണ് ഇവിടെ പല ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളാണ് വരാൻ കിടക്കുന്നത്. ഇവിടെ തനിക്ക് നേരെ വരുന്ന പരാതി VD സതീശൻ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുബോധം, വലിയ ധാർമ്മികത പറയുന്നുണ്ട്. പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി ചുമതലയിൽ നിന്ന് നീക്കിയെന്ന് പറയുന്നുണ്ട്. അത്ര ധാർമ്മിക ബോധത്തോടുകൂടി പാർട്ടി ചുമതലയിൽ നിന്ന് നീക്കിയെന്ന് പറയുമ്പോൾ ആ MLA പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്നല്ലേ അതിനർത്ഥമായിട്ടുള്ളത്. ഇവിടെ അതോടൊപ്പം നേരത്തെ പറഞ്ഞു അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞാൽ 7 മാസം എന്തൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ് പാലക്കാട് അദ്ദേഹം കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അദ്ദേഹം ഇവിടെ കഴിഞ്ഞ നവംബറിന് ശേഷം പാലക്കാട് MLA ആയി. ഏകദേശം 8-9 മാസമായി അദ്ദേഹം MLA ആയിട്ട്. ആകെ ഉണ്ടായ വികസനം എന്ന് പറയുന്നത് കേരളത്തിലെ നിരവധി പെൺകുട്ടികളെ അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് മാത്രമാണുള്ളത്. അല്ലാതെ പാലക്കാട് കഴിഞ്ഞ 8 മാസം കൊണ്ട് ഒരു ചുക്കം ചെയ്തിട്ടില്ല അദ്ദേഹം. ഈ കഴിഞ്ഞ 8 മാസം കൊണ്ട് ഒരു ചുക്കം ചെയ്തിട്ടില്ല. നമ്മുടെ പ്രശ്നം പാലക്കാടിന്റെ വികസനമല്ല. നമ്മുടെ പ്രശ്നം മലവെള്ളം പോലെ കുത്തിയൊലിച്ചു വരുന്ന, കേട്ടാൽ ഞെട്ടൽ ഉണ്ടാക്കുന്ന, കേട്ടാൽ ഭയം ഉണ്ടാകുന്ന ഒരു പ്രഡേറ്ററിനെ കുറിച്ച് ഉണ്ടാകുന്ന ആരോപണങ്ങളല്ല. പാലക്കാടിലെ വികസനമല്ല, നമുക്ക് സമയമില്ല. പാലക്കാട് വികസനത്തെ കുറിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുകൊണ്ടാണ്. ശരി. ജെക്സി തോമസിലേക്ക് വരുന്നു. നേരത്തെ രാജു P. നായർ പറഞ്ഞ ആ വാദം എന്താണ്? ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് കുറ്റക്കാരനല്ല എന്ന് കണ്ടാൽ തിരിച്ച് MLA സ്ഥാനം കിട്ടുമോ എന്ന് നമ്മുടെ സജി ചെറിയാന്റെ കാര്യമടക്കം ചൂണ്ടിക്കാട്ടി രാജു P. നായർ പറഞ്ഞ കാര്യം അതുപോലെ വേറൊരാൾ പറഞ്ഞായിരുന്നു. ഇത് കേട്ടു നോക്കാവോ? മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടുമില്ല. ഇപ്പം എന്താണോ നിലപാട്, ആ നിലപാട് തന്നെയാണ്. ഇനി അവിടെ വേണ്ടത് എന്താ വെച്ചാൽ കോടതിയുടെ വിധി വരട്ടെ. അപ്പോൾ നമുക്കറിയാം. CPIM-ന്റെ മുമ്പിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ചാർജ് ഷീറ്റ് പിന്നെ കേസ് കൊടുത്താൽ പിന്നെ ചാർജ് ഷീറ്റ് കൊടുക്കണം. ധാർമ്മികന്റെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികതയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു കിട്ടുമോ? JK പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും രാജു P. നായരുടെയും വാക്കുകൾ ഒരുപോലെയായിരുന്നു. ധാർമ്മികതയുടെ രാജ്യമനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികത അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു കിട്ടുമോ? ഇല്ല, ഞാൻ ഈ ചോദ്യത്തിന്റെ വിശദമായ ഒരു മറുപടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഈ ചോദ്യത്തോട് അനുബന്ധമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പറയുകയും ചെയ്യാം. അതായത് ഇതിപ്പോ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ തൊട്ടുമുമ്പ് അങ്ങയുമായി ദീർഘനേരം തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ അതേ വാചകത്തിന്റെ പ്രായോഗികതയ്ക്കാണ് ഈ ചർച്ച അത്രയും നമ്മൾ സാക്ഷിയായത്. കാരണം എന്താണ്? അഖില ലോക തെമ്മാടികൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബ്രിജ്ഭൂഷൺ മുതൽ പ്രജ്വൽ രേവണ്ണ വരെയുള്ളവരുടെ കഥകൾ ഒരു പ്രസക്തിയുമില്ലാത്ത ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷത്തിൽ എടുത്തു വെച്ചിരുന്നുകൊണ്ട് ഇതുമൊക്കെയായി സമീകരിച്ച് അവരെ കുറിച്ചുകൂടെ ദീർഘമായി ചർച്ച ചെയ്ത് നമ്മുടെ സമയം ചെലവഴിക്കുകയാണ്. ഞാൻ ആവർത്തിക്കട്ടെ. ഇപ്പോ എനിക്ക് വേണമെങ്കിൽ തിരികെ ചോദിക്കാം. തിരുവനന്തപുരത്തുള്ള മറ്റൊരു MLA ഇതേപോലെ ദീർഘനാൾ ജയിലിൽ പോയി കിടന്നില്ലേ? ഒരു കേസിൽ അകപ്പെട്ടിട്ട്
ഇതിപ്പോൾ CD പരിശോധിച്ചിട്ട് കോടതി ബെയിൽ കൊടുത്തു, മുൻകൂർ ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിച്ച കേസുകളെ സംബന്ധിച്ചു കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പീഡന കേസിൽ തുറങ്കിൽ അടയ്ക്കപ്പെട്ട MLA ആയി തന്നെ ഇപ്പോഴും ഇരിക്കുന്നില്ലേ കേരള നിയമസഭയിൽ? അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറമെന്താണ്? അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ വസ്ത്രവും തമ്മിൽ സാമ്യമുള്ളതാണോ? അവരുടെ രാഷ്ട്രീയം തമ്മിൽ സാമ്യമുള്ളതാണോ? നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ രാഷ്ട്രീയത്തിലെ നൈതികതയും ധാർമ്മികതയും ഇവിടെ പോയി. ഇവിടെ പ്രധാനപ്പെട്ടത് എന്താണ്? ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ സത്യസന്ധമായി വിലയിരുത്തണം. അതായത് ഈ വന്നിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും ഈ വന്നിട്ടുള്ള ആരോപണങ്ങളും അന്തസ്സോടുകൂടെ മുഖമുള്ള സ്ത്രീകൾ പുറത്തു വന്നിരുന്നു കൊണ്ട് പറയുന്ന പരാതികളും മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഈ സംഘം, ഇവരുടെ ഈ സ്കൂള് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അങ്ങൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു, അവനവൻ കൊടുക്കുന്ന അളവിനാൽ തന്നെ അവനവനും തിരികെ കിട്ടുന്ന ഒരു അനുഭവം ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതിനെ സംബന്ധിച്ച് ബഹുമാനിയനായ കോൺഗ്രസ് പ്രതിനിധിക്ക് ഒരു വാക്ക് പറയാനില്ല. മാനമുണ്ടെങ്കിൽ മാനഹാനിക്ക് കേസ് കൊടുക്ക് വിജയ, അല്ലേ? കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ വൈറൽ കട്ടുകളായി മാധ്യമ സഹായത്തോടു കൂടെ പ്രചരിപ്പിക്കുന്ന ഏത് വീഡിയോയുടെ മുമ്പിൽ പിണറായി വിജയനെ വിജയ എന്ന് വിളിക്കും, MV ഗോവിന്ദൻ മാഷെ ഗോവിന്ദ എന്ന് വിളിക്കും, അല്ലെ? എവർ സൃഷ്ടിച്ച രാഷ്ട്രീയം എന്താണ്? ഈ പൊളിറ്റിക്കൽ ഇൻപുട്ടേ ഇല്ല, രാഷ്ട്രീയമില്ല. മറിച്ച് എന്താണ്? കടുത്ത വ്യക്തിയാധിക്ഷേപം, കടുത്ത പരിഹാസം, കടുത്ത പുച്ഛം, ഇത് മാത്രമായിരുന്നു. അങ്ങൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ പേര് രാജു P. നായർ എന്നാണ്. ഞാൻ അദ്ദേഹത്തെ നായരെ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിലോ, ആദരണീയനായ KR നാരായണൻ നമ്മുടെ മുൻ രാഷ്ട്രപതിയും കോൺഗ്രസിന്റെ മുൻ നേതാവുമാണ്, അദ്ദേഹത്തെ ഞാൻ നാരായണ എന്ന് വിളിക്കുകയാണെങ്കിലോ രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും എന്നെ വിലയിരുത്തുക? പക്ഷെ ഈ സംഘം ഇവരിൽ തുടങ്ങി ഇവരിൽ അവസാനിപ്പിക്കേണ്ട രാഷ്ട്രീയ മാലിന്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവർക്ക് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ല. ഞാൻ അന്തസ്സോടുകൂടെ പറയട്ടെ, യൂത്ത് കോൺഗ്രസിന് എത്ര പ്രസിഡന്റുമാരുണ്ടായിരുന്നു? PC വിഷ്ണുനാഥ്, കണ്ട് പഠിക്കണ്ടേ? M. ലിജു, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങളെ വിമർശിക്കാറുണ്ട്, CPIഎമ്മിനോട് കടുത്ത വിയോജിപ്പുണ്ട്. പക്ഷെ രാഷ്ട്രീയ മാന്യതയിൽ എതിരാളികളെ എങ്ങനെ വിമർശിക്കണം, രാഷ്ട്രീയ വിയോജിപ്പ് എങ്ങനെ രേഖപ്പെടുത്തണം, കാല് കഴുകിയ വെള്ളം കുടിക്കാൻ ഈ സംഘത്തിന് അർഹതയുണ്ടോന്ന് സത്യസന്ധമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഏതു മലയാളിയും എനിക്ക് ഉറപ്പുണ്ട് അതിൽ 99% കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. ഇങ്ങനെയാണോ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്? പ്രായത്തിൽ മൂത്തവരെ, മുതിർന്നവരെ, പദവികൾ അലങ്കരിക്കുന്നവരെ ഒരു മര്യാദയും ഒരു മാന്യതയും കൊടുക്കാതെ അവരുടെയൊക്കെ പാതി പേര് വിളിക്കുക, അച്ഛന് വിളിക്കുക, അത് തങ്ങളുടെ തീന്മേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പക്കഷ്ണം തിന്നാൻ ക്യൂ നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ കൊണ്ട് മാത്രം വൈറൽ കട്ടാക്കി മാധ്യമങ്ങൾ റീൽസ് ആക്കിയിട്ട് അതുവഴി നേതാവായി വരിക. ഈ കേരള രാഷ്ട്രീയത്തിലല്ല, മനുഷ്യ സംബന്ധമായ കാര്യം എന്ന നിലയിൽ നത്തിങ് ഹ്യൂമൻ ഈസ് ഏലിയൻ ടു മീ എന്നുള്ളതാണ് മാർക്സിന്റെ പ്രസിദ്ധമായ വാചകം. മനുഷ്യ സംബന്ധമായ സകലത്തിനെയും ഏറ്റെടുക്കാൻ ഉള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ രാഷ്ട്രീയത്തെ കാണുന്ന ഏതു മേഖലയിലും ഇത്തരം സംഘത്തിൽപ്പെട്ടവരുടെ രാഷ്ട്രീയ സ്കൂൾ ഉണ്ടാകാൻ പാടില്ല. ഇവരിൽ പക്ഷേ മുകേഷിനെ പറ്റി പറയുന്നത് പറഞ്ഞുകൂടാ, പറയരുത്. പ്രജ്വൽ രേവണ്ണിനെ പറ്റി പറയരുത് എന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞാൽ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസാണ്. ഇപ്പൊ ഡിജിറ്റൽ തെളിവുകൾ, ഈ പറഞ്ഞ വാട്സാപ്പ് ചാറ്റുകൾ, തെളിവുകളൊക്കെ ഉള്ള കേസാണ്. അതിൽ രാജിവെക്കേണ്ടതില്ല എന്ന് നിലപാട് സ്വീകരിച്ച പാർട്ടി CPM ആണ്. JC തോമസ് അല്ലേ? ഓക്കെ, തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഞാൻ ആ വാട്ടബൌട്ടറിയുടെ ഗതികേട് പറയുകയായിരുന്നു, കേരള രാഷ്ട്രീയത്തിന്റെ വാട്ടബൌട്ടറിയുടെ ഗതികേട് പറയുകയായിരുന്നു. അതല്ലാതെ ഞാൻ ആരെയും ന്യായീകരിക്കുന്നതല്ല. ഇടവേള. പ്രശാന്ത് ശിവൻ സാങ്കേതികതയെങ്കിലും കേസില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഗർഭചിത്രത്തിനെതിരെ എന്തോ കേസൊക്കെ പോകുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയാണ്, എത്രത്തോളം നിലനിൽക്കുമെന്ന സംശയം പോലീസും ഈ ബാലാവകാശ കമ്മീഷനൊക്കെ പറയുന്നുണ്ട്. കേസ് നിലനിൽക്കുന്ന കേസല്ല അത്. പക്ഷേ പ്രശാന്ത് ശിവൻ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഒരു ട്രാൻസ് വുമൺ രാഹുലിനെതിരെ ആരോപണം വന്നിട്ടുണ്ട്. അവരെ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുപ്പിക്കാം. ചെയ്യുമോ അത് പ്രശാന്ത്? അല്ല, ഞങ്ങൾ പരാതി കൊടുപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല. കേരളത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ മുന്നോട്ട് വന്ന ആരോപണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കേരളം മുഴുവൻ ഞെട്ടുന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിട്ടുള്ള ഇത്തരം ആളുകളുടെ ദുരനുഭവങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന കാഴ്ച കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കരുത്. പിന്നെ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ഇരുന്നുകൊണ്ട് രാജു P. നായർ പറയുന്നുണ്ട് പരാതിയില്ലല്ലോ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേര് രാജു P. നായർ എന്നായതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് രാജി P. നായർ എന്നായിരുന്നുവെങ്കിലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എത്രത്തോളം മെസ്സേജ് അദ്ദേഹത്തിന്റെ ഫോണിലോട്ട് വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചെയ്താൽ എല്ലാവരും അതേ സമയം എടുത്ത് പറഞ്ഞാണ് ഞാൻ ഇടപെട്ടില്ല.
നടക്കുന്നതോടൊപ്പം അദ്ദേഹം കുറച്ച് സാമ്പത്തികം കൂടെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് കൂടെ എവിടെയെങ്കിലും കൊണ്ടാക്കുന്നതായിരിക്കും. അല്ല രാജ്പിതാർ ചുരുങ്ങിയ വാക്കുകൾ മറുപടി. ചികിത്സയ്ക്ക് കൂടെ എവിടെയെങ്കിലും കൊണ്ടാക്കുന്നതായിരിക്കും. അല്ലല്ല, PC വിഷ്ണുനാഥനായതുകൊണ്ട് നന്നായി. PC വിഷ്ണുനാഥനായത് നന്നായി. കാരണം അറിയോ, കേരളത്തിന്റെ നിയമസഭയത്ത് ഉമ്മൻചാണ്ടി എന്നുള്ള പേര് നീട്ടി വിളിച്ചുകൊണ്ട് അശ്ലീലം പറഞ്ഞത് ഈ ഇദ്ദേഹത്തിന്റെ നേതാവ് മരണപ്പെട്ടു പോയ ശ്രീ VS അച്യുതാനന്ദനായിരുന്നു. അതുപോലെ തന്നെ മോനെ കൂട്ടി പറഞ്ഞത് അവിടെയായിരുന്നു. പിന്നെ കേരളത്തിലെ ഇവർക്ക് സ്വന്തം നേതാക്കന്മാരെ മാതൃകയാക്കാൻ പറ്റില്ലല്ലോ. പരനാറി എന്നൊരു സ്ഥാനാർത്ഥിയെ വിളിച്ചത് ഇദ്ദേഹമല്ലേ. അപ്പൊ ജെയ്സി തോമസിന് എന്തായാലും ഇത്തരത്തിലുള്ള ന്യായീകരണം നടത്താൻ അല്ലെങ്കിൽ മാതൃകയാക്കാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൂട്ടുപിടിക്കേണ്ടി വന്നു എന്നുള്ള സന്തോഷമുണ്ട്. നിങ്ങളുടെ പോലീസ് മുകേഷിനെതിരെയുള്ളത് നിങ്ങളുടെ പോലീസ് കണ്ടെത്തിയ തെളിവല്ലേ? അതുകൊണ്ട് അയാൾ രാജിവെക്കേണ്ടത്. ഇവരുടെ പ്രശ്നം അറിയോ, രണ്ടുപേരും അങ്കലാപ്പിലാണ്. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി വന്നിട്ട് ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള സംരക്ഷിക്കാൻ നോക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല. എന്ത് ചെയ്യും? വലിയ അബദ്ധത്തിലാണ് പോയി ചാടിയത്. കാരണം ഇവർ വന്നപ്പോ ഇവര് വിചാരിച്ചത് ഈ ആരോപണ വിധേയനെ സംരക്ഷിക്കുന്നത് ഇവരൊക്കെ എടുക്കുന്ന പോലെ എടുക്കുന്നതാണ്. ഞങ്ങളത് എടുക്കുന്നില്ല. ഞങ്ങൾ അവരെ പൂർണ്ണമായിട്ട് നിയമത്തിന് വിട്ടുകൊടുക്കുന്നു. ഞങ്ങൾ പകരം വെക്കാനില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, സംരക്ഷിച്ച് കോൺഗ്രസ് ഓഫീസിലും കുടുംബ സംഗമങ്ങളിലും കൊണ്ടയിരുത്താൻ പകരം വെക്കാനില്ലാത്ത ആളാണ്. നിങ്ങൾ രാജിവെക്കാനേ പാടില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരണം. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾ കണ്ടുപഠിക്കട്ടെ നിങ്ങളിൽ നിന്ന്. നിങ്ങൾ നിങ്ങളുടെ കുടുംബയോഗങ്ങളിലും സദസ്സുകളിലും പാർട്ടി ഓഫീസുകളിലും ഇദ്ദേഹത്തെ കൊണ്ടുപോയി നേതാവായി തന്നെ കൂട്ട് വാഴിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒന്ന് ചോദിക്ക്. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പരാതിയില്ലാന്ന് നമ്മൾ ഈ തെളിവുകളുടെ കുത്തൊഴുക്കിൽ ഒരു കേവലം പരാതിയില്ല എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ്. തെളിവുകളുടെ കുത്തൊഴുക്കിൽ പരാതിയില്ലല്ലോ എന്ന് രാഹുൽ എന്ന് രാജിവെക്കുമ്പോൾ പറയുന്ന പോലെ പറയല്ലേ? CKP പത്മനാഭൻ പറഞ്ഞെന്താ, ഈ പാർട്ടിയാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇല്ലേ? CKP പത്മനാഭൻ പരാതി ഉന്നയിച്ച P ശശി മുഖ്യമന്ത്രി ഓഫീസിലിരിക്കുക. CKP പത്മനാഭൻ പരാതി ഉന്നയിച്ചത് P ശശിക്കെതിരെ ഇവർ അന്വേഷണം നടത്തി കുറഞ്ഞു പോയി. ഞാൻ പറയുന്ന ഈ വാട്ടർ ബോട്ടറി കേരളത്തിന്റെ ഗതികെട്ട വാട്ടർ ബോട്ടറിയാണ്. ഞങ്ങളിൽപ്പെട്ടവർ നിങ്ങളിലുണ്ടല്ലോ, നിങ്ങളിൽപ്പെട്ടവർ രാജിവെക്കുമോ എന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യം കേരളത്തിന്റെ ഗതികേടാണ്. ഇനിയെങ്കിലും തിരുത്തപ്പെടേണ്ട പുതിയ കാല രാഷ്ട്രീയത്തിലെ ഗതികേട്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്.